ഇനി എപ്പ ചെല്ലാനാ? ഈ ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കുമാണ്. ഇന്ന് ട്യൂഷന് പോണോ? മടിയോ ഈ പ്രാവശ്യം നിന്റെ പേപ്പറിലെ മുട്ടക്കച്ചവടം നിർത്തിയില്ലെങ്കിലാ ഒറ്റൊരു തന്നാലുണ്ടല്ലോ. ആ കല്യാണ പെണ്ണിന്റെ ഡ്രസ്സ് തച്ചത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ആ മാനേജർ തന്നെ കൊല്ലും. ഓഹോ, നിനക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ തന്നെ 9:15 കഴിഞ്ഞു. അവരവിടെ എത്താറായിട്ടുണ്ടാവും. എത്തി ഒരു 10 മിനിറ്റ്. അതെ, ഒരു ഉപകാരം ചെയ്യാം. എന്താ? എന്റെ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് മിസ്സായി പോയി. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനായിരുന്നു. ഫോൺ ഒന്ന് തരാമോ? ഓ, മനസ്സിലായി. പെമ്പിള്ളേരുടെ നമ്പർ ഒപ്പിക്കാൻ പുതിയ ഐഡിയ ആയിട്ട് ഇറങ്ങിക്കാണല്ലേ? അങ്ങനെയല്ല, എന്റെ ഫോൺ മിസ്സായി പോയതുകൊണ്ട്. എന്താടോ, തനിക്ക് നമ്പർ വേണം? നിന്നെ പോലുള്ള ആൾക്കാർ കാരണം ഇവിടെ പെമ്പിള്ളേർക്ക് വഴി ഇറങ്ങി നടക്കാൻ പറ്റാത്ത. അയ്യോ മാഡം, തനിക്ക് എന്തിനാ എന്റെ നമ്പർ? രാത്രി വിളിച്ച് കുറുങ്ങാനോ അതോ മെസ്സേജ് അയക്കാനോ? മാഡം വിചാരിക്കുന്ന പോലെ ഒരാൾ പറയണോ? എന്താ മീര മോളെ? ഒന്നുമില്ല മാഡം, ഒരു പൂവാലൻ. ശരിയാണ്. ഈ ചായക്കട AC ആണ്. അതാണ് ഒക്കെ കുഴപ്പം. ചായക്കട AC ആണെങ്കിൽ ചായ തണുത്തൂല്ലേ? ചാടിക്കുമ്പോ AC ഓഫ് ചെയ്താ പോരെ? അത് ശരിയാണല്ലോ. എന്റെ കർത്താവേ, പിന്നെങ്കിലും ഇത് നടത്തി തരണേ. ഡീസല് തീരാറായെന്നാ തോന്നുന്നു. തുടങ്ങിയല്ലോ, അപ്പത്തേക്ക് തീരാറായ? ഞാനെന്ത് പകുതിക്കുള്ളിൽ ഞങ്ങളല്ലേ തള്ളിയത്. അതുകൊണ്ട് ഇവിടം വരെ എത്തി. അക്ക, വണ്ടി സ്റ്റാർട്ടാവാൻ സമയം പിടിക്കും. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചാലാ? അതൊക്കെ രാവിലെ കഴിച്ചിട്ട് അക്ക വണ്ടി തല്ലിപ്പോയി. 9:30-ക്കുള്ളിൽ അവനെ കിട്ടിയിട്ടില്ലെങ്കിൽ നീയൊക്കെ മുഴുവൻ പട്ടിണിയിലായിരിക്കും. അത് മറക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ ബാബ. ഹലോ ബാബ, നമ്മൾ 8:30 മുതൽ ട്രൈ ചെയ്യുന്ന അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ലോഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങിയതാ. കഥ മാറിയെന്നാ തോന്നുന്നത്. ഫോൺ കട്ടി. ഓക്കെ ബാബ. ഹലോ ബാബ. വാർത്തയ്ക്കുള്ള വകുപ്പായോ സാറേ? ഇല്ല ബാബ, ഞങ്ങൾ സ്പോട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ. 9:30 ആയിട്ടുള്ളൂ. നേരത്തെ നമ്മളോട് പോയി ഹാജരിട്ട ലോക്കൽ ടീമിന്റെ സ്കാനിങ് നമ്മൾ വിടും. അതുകൊണ്ടാ. ഓക്കെ ബാബ. താങ്ക് യു. ഹലോ ബാബ, അവൻ ഇവിടുന്ന് 8:30 മുമ്പേ പോയെന്നാ തോന്നുന്നത്. അതിനിടയ്ക്ക് ഞാനൊന്ന് കക്കൂസിൽ പോയി വരുമ്പോഴേക്കും താക്കോൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവനെ തിരക്കി 3-4 പേര് ഇവിടെ വന്നിരുന്നു. കാഴ്ചയിൽ അത്ര നല്ലവരാണെന്ന് തോന്നിയില്ല. സ്വാമി, വിവരങ്ങൾ അപ്പപ്പോ എന്നെ അറിയിക്കണം. ശരി ബാബ. സാധനം എടുത്ത് മാറ്റാൻ പറ. ഓനാറാമ്പറപ്പ് കാട്ടിയെന്നാ തോന്നണേ. അങ്ങനെയെങ്കിൽ അവന്റെ മുഖം ചുമക്കണം. വണ്ടി ഇറക്കടാ. ഹലോ, മോളിന്നുള്ള വിളിയല്ല, അത് വിളിക്കാനാകുമ്പോ വിളിച്ചോളൂ. ഇവിടെ ഞാനാ വിളിച്ചേ. ഒന്നിങ്ങോട്ട് തിരിഞ്ഞു കയറുന്നില്ലേ, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാറുന്നു. അതായിരിക്കും നല്ലത്. ചന്തി കാണിച്ച് ചിന്തിച്ച് നിൽക്കാതെ ചേണ്ട തിരുമോന്തി ഒന്ന് കാണിക്കാവോ?
ചന്തി നോക്കി ലക്ഷണം പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാ വേണ്ടേ. അതിന് ഇന്ന് വൈകിട്ട് കൃത്യം 3:30 കോടിപതിയാകാനുള്ള ഒരു പാതി സാധ്യത കാണുന്നുണ്ട്. ബാക്കി ഞാൻ ഉമ്മറത്തേക്ക് ഒന്നിച്ച് പറയാം. ഇതെന്നെ പൊക്കട മെട്രോടെ തൂണോ ഒന്ന് കീറട്ടെ. എന്റെ അമ്മേ, രജനീകാന്തിനൊക്കെ സമ്മതിക്കണം. പണി പാടി വേണ്ട ഭായ. കാണാനൊരു ബംഗാളി ലുക്ക് ഉണ്ടെങ്കിലും ഞാൻ മലയാളിയാ. ചേട്ടാ എന്നോടൊരു കാര്യം കാണിക്കാട്ടോ. വിൻവിൻ ആവണ്ടേ നമുക്ക്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ നിൽക്കണേ. ഇല്ലെങ്കില്ല വീട്ടിൽ ചെല്ലുമ്പോൾ സ്ത്രീശക്തിയുടെ വില ഞാൻ അറിയേണ്ടി വരും. വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീയൊക്കെ അത് പറയും. കല്യാണം കഴിച്ചവരുടെ നേരെ കയ്യോങ്ങിയ നിനക്കൊന്നും നോവില്ല. അതറിയണമെങ്കിൽ ഭാര്യ എന്തെന്നറിയണം. ഭാര്യയുടെ ശക്തി എന്തെന്നറിയണം. പോലെ പറഞ്ഞു കേട്ടുള്ളതേ. നീ ലോട്ടറി മൊത്തം എടുത്തില്ലെങ്കിൽ ഈ ലോട്ടറി മൊത്തം ഞാനങ്ങ് എടുക്കുക. തൃശ്ശൂര് മാത്രമല്ല കോഴിക്കോട് മൊത്തം ഞാനങ്ങ് എടുക്കും. ചായയുടെ പോയോ എന്റെ അമ്മു. കാലത്ത് തന്നെ നിന്റെ 2 നമ്പർ ചീറ്റിയാ. നമ്പറല്ലക്ക ആളെ ചീറ്റിയത്. നേരെ ബീവറയിലേക്ക് പോവാ. അതിന് 10 മണിയായ 10 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോ 14 അവിടെ കേൾക്കണേ. അന്യ തർക്ക ഓരോരുത്തരോട് പെങ്കൊച്ചുണ്ട് അവിടെ. ചുപ്പോട് വന്നു കണ്ടോ അത് പാവം. കള്ളുടിയന്മാര് പ്രാന്തമാര് പൂർണ്ണക്ക് ഇപ്പൊ ചെന്നിലും കിട്ടില്ല. പണി പാളും. ഞാൻ അങ്ങെടുക്കുക. മുതലക്കുളത്തിനടുത്ത് വണ്ടിയുടെ നമ്പർ വല്ലതും ഓർമ്മയുണ്ടോ? ഓർക്കണില്ല. വണ്ടിയുടെ പേര് വല്ലതും ഓർക്കുന്നുണ്ടോ? ഇല്ല. മോനെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ? ഇല്ല, വിളിച്ചു നോക്കിയിട്ട് ആരും എടുക്കണില്ല. മോനൊരു കാര്യം ചെയ്യുക, അടുത്ത ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് അവരോടൊന്ന് അന്വേഷിക്കുക. അവർ പറഞ്ഞു തരും. ആയിക്കോട്ടെ. വിഷമിക്കണ്ട കേട്ടോ, ഇവിടെ ഉള്ളവരൊക്കെ എന്ത് കിട്ടിയാലും തിരിച്ചു തരും. ആ ചേട്ടാ, ഇതാണ് ലോഡ്ജ്. ഇവിടെ നിർത്തിക്കും. ഇതാണ്. കുറച്ചുകൂടെ നീക്കി നിർത്തിക്കും. നോക്കാം ബാബാ. സാറേ, ഓൻ നമ്മളെ ചതിച്ചു. നിങ്ങൾക്കുള്ള വാർത്ത ഞാൻ വേറെ തരാന്ന് SP സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൊള്ള പന്നീനെ എനിക്ക് ജീവനോടെ വേണം. ഇത് വാർത്തയാക്കണ്ട. ഇവിടെയൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞല്ലേ. എന്തായി സാർ? അവൻ ഇവിടുന്ന് രാവിലെ പോയി. റൂമിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ന്യൂസ് ക്യാൻസലായി. ബാബയ്ക്ക് അവനെ ജീവനോടെ വേണമെന്നാ പറയുന്നത്. അവൻ്റെ ഫോട്ടോ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ വരും. എവിടെ കണ്ടാലും പൊക്കിയേക്കണം. സ്റ്റേഷനിലേക്കല്ല, ഗോഡൗണിലേക്ക്. സർ, ഹലോ. ആ ഹലോ. എടാ, ഞാൻ ഷാനുവാ. നീ എവിടെയാ? ഉമ്മാക്ക് എങ്ങനെയുണ്ടടാ? ഷാനു, എടാ 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 ഉമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലടാ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ. നീ ഓക്കെ ആണോ? എടാ, ഞാനിവിടെ ആകെ പെട്ടിരിക്കടാ. കയ്യിലുണ്ടായ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. ഈ സാധനം ഇവിടെ ആർക്ക് എവിടെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ലോഡ്ജിൽ ചെന്നപ്പോ മൊത്തം പോലീസാ. ഓഹ്, മാതാവ് കാത്തു. നീ സേഫ് ആണല്ലോ? ആ. എടാ, പാപ നമ്മളെ ചതിച്ചടാ. നിന്നെ പോലീസിന് ഒറ്റ കൊടുക്കാനായിരുന്നു ബാബയുടെ പരിപാടി. നീ പോയി കഴിഞ്ഞാൽ ഞാനിത് അറിയുന്നത്. സോറിടാ. അപ്പൊ തൊട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എടാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാരണവശാലും പോലീസിന്റെ കൈപ്പെടരുത്. ഒരു മാർഗേ ഉള്ളൂ. ഷാനു എന്ത് വന്നിട്ടാണെങ്കിലും നീ ഡീൽ നടത്തണം. എന്നാലേ നമുക്ക് രക്ഷയുള്ളൂടാ. എന്റെ കൈയും കാലും വിറക്കണം. ഹലോ. പൊക്കിയിട്ട് ആത്തിറ. ഹലോ സാബു.